أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم نسير الجبال وترى الأرض بارزة ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 942 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 47 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർദ ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ വഅരിദൂ അലാ റബ്ബിക സഫ്ഫാ لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 47 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പഠിക്കുകയുണ്ടായ ആയത്തുകളുടെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾ കേൾപ്പിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഭൗതിക ലോകത്തെ ജീവിതം ഏതു വിധത്തിലുള്ളതാണ്, അതിൻ്റെ യഥാർത്ഥ പ്രകൃതം എന്താണ് എന്നത് വ്യക്തമാക്കുന്ന ഒരു ഉപമ നൽകപ്പെടുകയായിരുന്നു ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിലായിട്ട്. കാറ്റില് പാറിപ്പോകുന്ന ധൂളികളായി മാറുന്ന അത്രയും നിസ്സാരവും അപ്രസക്തവും ഒക്കെയായി മാറുന്ന ഒരവസ്ഥയാണ് മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിനുള്ളത്. ആകാശത്ത് നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ ചെടികളും മരങ്ങളും ഒക്കെ ഹരിതാഭമായി തഴച്ചു വളർന്ന് അതീവ ആകർഷകമായൊരു ദൃശ്യവിരുന്ന് ഒരുക്കിയതിന് ശേഷം അത് നമ്മൾ നോക്കി നിൽക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ തന്നെ വളരെ നിസ്സാരമായ കാറ്റിൽ പാറിപ്പറക്കുന്ന ധൂളികളായി മാറുന്ന ഒരു അവസ്ഥ. ഇതിനോടാണ് ഹയാത്തു ദുനിയയെ ഉപമിച്ചുകൊണ്ട്
വിവരിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇന്നലെ നമ്മൾ വായിച്ച ആയത്തില് ചുമതലപ്പെടുത്തുന്നു. അതിനെ തുടർന്ന് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത് സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഐഹിക ജീവിതത്തിന്റെ ചില ആകർഷകങ്ങളായ അലങ്കാരങ്ങളാണ്. അതൊന്നുമല്ല അവശേഷിക്കുന്നത്. അവശേഷിക്കുന്നത് ഉത്കൃഷ്ടമായ കർമ്മങ്ങളാണ്. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതീക്ഷ നൽകുന്ന വിധത്തില് നമുക്ക് അവശേഷിക്കുന്ന പ്രതിഫലദായകമായ കാര്യം എന്നാണ് അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകൾ വരുന്നത്. വയോമ നുസയ്യിറുൽ ജിബാൽ, അള്ളാഹു ഒരു നാളിനെ പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് വിചാരമുണ്ടാകുന്നവരാകണം എന്ന വിധത്തില് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വയൗമ, അത് ആ ഒരു നാൾ, വരാനിരിക്കുന്ന ഒരു നാളിനെ കുറിച്ചുള്ള ഓർമ്മയുള്ളവർ, ചിന്തയുള്ളവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന വിധത്തില് ഒരു വേർപെടുത്തി പറയലാണ്. വയൗമ, അന്ന് നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം ഇളക്കി ചലിപ്പിച്ചു കളയും. പർവ്വതങ്ങളെ ഇളക്കി വിടുന്ന, അതിന്റെ ഇപ്പോ ഫേമായിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് പർവ്വതങ്ങളെങ്കിൽ, പർവ്വതങ്ങള് അങ്ങനെ ഒഴുകി നടക്കുന്ന, ഇളകി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാള് വരാനിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു മല പോലെ, ഒരു പർവ്വതം കണക്കെ ഉറച്ചു നിന്നു എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ഉപമയായിട്ട് ഒരാള് ദൃഢചിത്തതയോടുകൂടി നിലക്കൊള്ളുന്നതിന് ഉപമയായിട്ട് സാധാരണ പറയാറുള്ളത്. അപ്പൊ ഫേംനെസിന്റെ, ഉറച്ചു നിൽക്കലിന്റെ ഒരു പ്രതീകമായിട്ട്, അതിനുള്ള ഏറ്റവും നല്ലൊരു ഉപമയായിട്ട്, ഉദാഹരണമായിട്ടാണ് നമ്മൾ പർവ്വതങ്ങളെ പരാമർശിക്കാറുള്ളത്. എന്നാൽ ആ പർവ്വതങ്ങള് ഇളകി സഞ്ചരിക്കുന്ന ഒരു നാൾ വരാനിരിക്കുന്നു എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ പിന്നെ ഇളക്കം പറ്റാത്തതായിട്ട് യാതൊന്നും ഉണ്ടാവില്ല. ഫേംനെസിന്റെ തന്നെ വളരെ കനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഗതിക്കുള്ള ഉദാഹരണമായിട്ട്, ഒരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യത്തിനൊക്കെയുള്ള ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുള്ളത് പർവ്വതങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഉപമയായിട്ടാണ്. എന്നാൽ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന വയൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം ഇളക്കി വിടുന്ന ആ നാൾ, അത് തീർത്തും ശ്രദ്ധ അർഹിക്കുന്ന, മനുഷ്യൻ കാത്തിരിക്കേണ്ട, കരുതിയിരിക്കേണ്ട ഒരു നാളാണ് എന്ന ഗൗരവപൂർവമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അന്ന് വതറൽ അർള ബാരിസതൻ, അന്ന് ഭൂമിയെ നിനക്ക് ബാരിസത്തായിട്ട്, ഒരു വെളിമ്പുറമായിട്ട്, ഈവണായി നിരപ്പായി കിടക്കുന്ന, യാതൊരു നിർമ്മിതിയും അതിന്റെ മുകളിൽ അവശേഷിക്കുന്നില്ലാത്ത വിധത്തില് പരന്ന് കിടക്കുന്ന ഒരിടമായിട്ട് നിനക്ക് കാണാൻ കഴിയും. മരങ്ങളും ചെടികളും വൃക്ഷങ്ങളും അതുപോലെ മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളും ഒക്കെ ഇളക്കം പറ്റി അതൊക്കെയും തകർന്നടിഞ്ഞ് വീണ് നിരപ്പായ ഒരവസ്ഥ. ഭൂമിയുടെ ഉപരിതലത്തിൽ നാം സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നതൊക്കെയും തന്നെ ഭൂമിക്ക് അലങ്കാരമായി, നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ട് നാം ചെയ്തു വെച്ചിരിക്കുന്നതാണ് എന്ന് സൂറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല എന്ന് ഈ സൂറത്തിന്റെ തുടക്കത്തില് 7-ാമത്തെ ആയത്തില് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിശ്ചയമായിട്ടും ഈ ഭൂമിയെ, അതിന്റെ ഉപരിതലത്തിലുള്ളതിനൊക്കെ നാം ഭൂമിക്കൊരു സീനത്തായിട്ട്, ഒരു അലങ്കാരമായിട്ട് വെച്ചിരിക്കുകയാണ്. അതിന്റെ താല്പര്യം ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ്
ഏറ്റവും ഉത്തമമായ അമല് ചെയ്തുകൊണ്ട് വിജയ ശ്രീലാളിതനാവുന്നത് എന്ന വിധത്തില് അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു ഭൂമിയുടെ മുകളിൽ, ഭൂമിയുടെ ഉപരിതലത്തില് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല സജ്ജീകരണങ്ങളെ കുറിച്ചും സൂചിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹു പറയുന്നത് വയൗമ നുസയ്യിറുൽ ജിബാല, പർവ്വതങ്ങളെ നാം ഇളക്കി വിടുന്ന ആ അത്യന്തം ഗൗരവതരമായ ഒരു സന്ദർഭം, ഒരു നാൾ. വതറൽ അർള ബാരിസത്തൻ, അന്ന് ഭൂമിയെ ഒരു വെളിമ്പുറമായിട്ട്, ഒരു ഒഴിഞ്ഞ് കാലിയായി കിടക്കുന്ന ഒരു സമതലമായിട്ടാണ് നിനക്ക് കാണാൻ പറ്റും. വഹശർനാഹും, അന്ന് നാം അവരെയൊക്കെയും തന്നെ ഒരുമിച്ച് കൂട്ടും. അത് ഒരു മഹ്ശറിന്റെ നാളാണ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന നാളാണ്, എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. ഫലം നുഗാദിർ മിൻഹും അഹദ, അവരിൽപ്പെട്ട ഒരാളെയും നാം വിട്ടുകളയുന്നതല്ല. പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളും ഇപ്പോ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരും ഇനി വരാനുള്ള നാളുകളില് ഈ ഭൂമിയുടെ അവകാശികളായിട്ട് രംഗത്ത് വരുന്നവരും ഒക്കെ ഒറ്റത്തവണയെങ്കിലും ശ്വസിച്ചിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു അന്ന് ആ പ്രവിശാലമായി പരന്നു കിടക്കുന്ന ഭൂമിയായി മാറിയിരിക്കുന്ന ആ പ്രതലത്തിലേക്ക് കൊണ്ടുവരും, അവരെ ഒരുമിച്ച് കൂട്ടും എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. പർവ്വതങ്ങളെ ഇളക്കി വിടുന്ന, പർവ്വതങ്ങൾ ഇളകി നീങ്ങിപ്പോകുന്ന ഒരു നാള്. അള്ളാഹുവാണ് പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ പർവ്വതങ്ങളെ ഇപ്പോൾ ഇളക്കി വിടുന്നതും അള്ളാഹുവാണ്. വയൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം ഇളക്കി വിടുന്ന ആ നാൾ. വതറൽ അർള ബാരിസത്തൻ, ആ നാളില് ഭൂമിയെ നീ നല്ല തുറസ്സായ ഒരു വെളിമ്പുറമായി, അതിന്റെ മുകളിൽ നിർമ്മിതികളോ അല്ലെങ്കിൽ വളർച്ച പ്രാപിച്ച ചെടികളോ മരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു തുറന്ന പരന്ന് വിശാലമായി കിടക്കുന്ന ഒരു ഇടമായിട്ട് ഭൂമിയെ, അതിന്റെ മുകളിലുള്ള ചമൽക്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാഴ്ചയായിട്ട് നിനക്ക് അന്ന് കാണാൻ കഴിയും. അന്ന് വഹശർനാഹും, അതേ തുടർന്ന് നാം അവരെ എല്ലാവരെയും മേളിപ്പിക്കും, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദ, അവരിൽ ഒരാളെയും നാം വിട്ടുകളയുന്നതല്ല, ഒരാളും മാറ്റി നിർത്തപ്പെടാത്ത വിധത്തില് മുഴുവൻ മനുഷ്യരെയും നാം അന്നാളിൽ ഒരുമിച്ച് കൂട്ടും. വഉരുളു അലാ റബ്ബിക സഫ, അന്നാളിൽ അവരൊക്കെയും തന്നെ തങ്ങളുടെ റബ്ബിന്റെ മുന്നിലായി, റബ്ബിന്റെ സന്നിധിയിലായി, സഫായി, അണിയായി ഹാജരാക്കപ്പെടും. വഉരുളു, അവര് ഹാജരാക്കപ്പെടുന്നു, സമർപ്പിക്കപ്പെടുന്നു. അലാ റബ്ബിക, റബ്ബിന്റെ അടുക്കൽ, റബ്ബിന്റെ സന്നിധിയിൽ, നിന്റെ നാഥന്റെ സന്നിധിയിലായിട്ട്. സൊഫ, അണിയായിട്ട് മുഴുവൻ മനുഷ്യരും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നു ആ നാളിൽ. അപ്പോ ലഖദ് ജിഅ്തുമൂന കമാ ഖലഖനാകും അവ്വല മറ, അവരോട് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. അള്ളാഹു അവരോട് പറയുന്ന വിധത്തില്, ലഖദ് ജിഅ്തുമൂന, നിങ്ങൾ എല്ലാവരും നമ്മുടെ മുന്നിൽ ഹാജരായിരിക്കുന്നു, വന്നിരിക്കുന്നു. നമ്മുടെ മുന്നിൽ നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നു. കമാ ഖലഖനാകും അവ്വല മറ, ഒന്നാമത് വട്ടം നാം നിങ്ങളെ സൃഷ്ടിച്ചിരുന്നത് ഏത് വിധത്തിലാണോ അതേ വിധത്തില്, വേഷഭൂഷാദികളില്ലാതെ, അലങ്കാരങ്ങളോ ചമയങ്ങളോ ഇല്ലാതെ, ഈ ഭൂമുഖത്ത് നിങ്ങൾ ഉമ്മ പെറ്റ ഒരു കുഞ്ഞിനെ പോലെ മുമ്പ് എത്തിയിരുന്നത് അതേ വിധത്തില്, ആ വിധ നിസ്സഹായതകളൊക്കെ ഉള്ള വിധത്തില്, അതിനോടൊപ്പം ഒന്നും ചേർക്കപ്പെടാത്ത വിധത്തില് നിങ്ങൾ എന്റെ മുന്നിൽ ഇപ്പോ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. അള്ളാഹു അവരോട് പറയുന്ന കാര്യം ഇതാണ്. ലഖദ് ജിഅ്തുമൂന, നിങ്ങൾ എന്റെ മുന്നിൽ വന്നിരിക്കുന്നു.
കമാ ഖലഖ്നാകും അവ്വല മറ, ഒന്നാമത്തെ വട്ടം നിങ്ങളെ നാം എങ്ങനെയായിരുന്നോ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് അതേ വിധത്തില് നിങ്ങൾ വീണ്ടും എന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. ബൽ ജഅംതും അല്ലൻ നജഅൽ ലക്കും മൗഇദ, പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നേരത്തെ അങ്ങനെ ഒരു മൗഇദ്, അള്ളാഹുമായുള്ള ഒരു കൂടിക്കാഴ്ചക്കുള്ള ഒരു മൗഇദ്, ഒരു സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് അതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞിരുന്നവരായിരുന്നല്ലോ നിങ്ങൾ. ബൽ ജഅംതും, നിങ്ങളുടെ വാദം ഇതായിരുന്നല്ലോ, അല്ലൻ നജഅൽ ലക്കും മൗഇദ, നാം ഒരിക്കലും തന്നെ നിങ്ങൾക്കായിട്ട് ഒരു മൗഇദ് നിശ്ചയിച്ചു വെച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു പുനരുത്ഥാനമില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്നവരാണല്ലോ നിങ്ങളൊക്കെ. ഇതാണ് ആ ഘട്ടത്തിൽ അവരോട് പറയപ്പെടുക. ഒന്നാമത്തെ വട്ടം നാം നിങ്ങളെ സൃഷ്ടിച്ച് നമ്മുടെ മുന്നിൽ ഹാജരാക്കിയ അതേ വിധത്തിൽ ഇപ്പോഴിതാ നിങ്ങളെ വീണ്ടും നാം നമ്മുടെ മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആലമുൽ അർവാഹില് മുഴുവൻ മനുഷ്യരെയും സാക്ഷിയാക്കിക്കൊണ്ട് അലസ്തു ബി റബ്ബിക്കും, നാമല്ലേ നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് അള്ളാഹു ജന്മപൂർവ ഘട്ടത്തില് മുഴുവൻ മനുഷ്യരോടുമായിട്ട് ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. മനുഷ്യ സൃഷ്ടിപ്പിനെ തുടർന്ന് മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ച ഭൂമിയിൽ പിറവിയെടുക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കൾ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയും അവരോട് അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിക്കുകയും അവരൊക്കെ ബലാ ഷഹീദിന, അതെ ഞങ്ങള് അതിന് സാക്ഷികളാണ് എന്ന് പറയുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യൻ അതിനെക്കുറിച്ച് വിസ്മൃതിയിലായിരിക്കും. ഖുർആൻ അത് ഓർമ്മിപ്പിക്കുന്നു എന്നതല്ലാതെ മനുഷ്യന്റെ സ്മൃതി പദത്തിൽ അങ്ങനെ ഒരു സംഗതി തപ്പിയെടുത്ത് കാണാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇപ്പോ രണ്ടാമത്തെ വട്ടം അള്ളാഹുവിന്റെ മുന്നില്, ഒന്നാമത്തെ വട്ടം ഏത് വിധമാണോ അവരൊക്കെയും അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെട്ടിരുന്നത് അതേ വിധത്തില് അവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാണ്. അപ്പോൾ ലഖദ് ജിഅ്തുമൂന കമാ ഖലഖ്നാകും അവ്വല മറ, ഒന്നാമത്തെ തവണ നിങ്ങളെ നാം എങ്ങനെയാണോ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഹാജരാക്കിയിരുന്നത് അതേ വിധത്തില് നിങ്ങളിപ്പോ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ബൽ, എന്നാൽ അത് അത്ര ലളിതമായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ടതില്ല. ജഅംതും, നിങ്ങളുടെ വാദം ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ഇങ്ങനെ അവകാശപ്പെട്ടിരുന്നവരാണ്. അല്ലൻ നജഅൽ ലക്കും മൗഇദ, നാം നിങ്ങൾക്കായിട്ട് ഒരു മൗഇദ്, ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ മുന്നിൽ ഹാജരാവാൻ എന്നൊരു കാര്യത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നവരാണ്. ഒരിക്കലും തന്നെ അങ്ങനെ ഒരു മൗഇദ് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടില്ല, അങ്ങനെ ഒരു പുനരുത്ഥാനമില്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, മരണത്തോടെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് നിങ്ങൾ. വബുദിഅൽ കിതാബ്, എന്നാൽ അതിനെ തുടർന്ന് ഓരോരുത്തരുടെയും കർമ്മപുസ്തകം സമർപ്പിക്കപ്പെടുകയാണ്. വബുദിഅൽ കിതാബ്, അവരുടെ കർമ്മരേഖ ഹാജരാക്കപ്പെടുന്നു. ഫതറൽ മുജ്രിമീന, അപ്പോ കുറ്റവാളികളൊക്കെയും തന്നെ കാണുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ കുറ്റവാളികളെ കാണുക? ഫതറൽ മുജ്രിമീന, ആ ഘട്ടത്തിലെ കുറ്റവാളികളെ നിനക്ക് കാണാൻ സാധിക്കും. മുഷ്ഫിഖീന, അങ്ങേയറ്റത്തെ ഭയവിഹ്വലതയുള്ളവരായിക്കൊണ്ട്, അങ്ങേയറ്റത്തെ മാനസികാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവരായിക്കൊണ്ട്, ഭയവിഹ്വലരായിക്കൊണ്ട്, ഭയചകിതരായിക്കൊണ്ട് നിനക്ക് അവരെ കാണാം. എന്തിന്റെ പേരിലാണ് അവര് ഭയചകിതരാവുന്നത്? മിമ്മ ഫീഹി, അവരുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ കർമ്മരേഖയിലെ അകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചാണ് അവര് ആയിട്ട് പ്രതികരിക്കുന്നത്. ഭയന്ന് വെപ്രാളപ്പെടുന്നവരായിക്കൊണ്ട്, എന്തിന്റെ പേരിലാണ്? മിമ്മ ഫീഹി, ഈ കർമ്മ പുസ്തകത്തില് ഓരോരുത്തരുടെയും
മുന്നിലായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന അവരുടെ കർമ്മരേഖ, ആ കർമ്മരേഖയിലെ ഉള്ളടക്കം, അതിനെക്കുറിച്ച് ആലോചിച്ചാണ് അവര് ഭയവൈക്വലരായിക്കൊണ്ട് ആ ഘട്ടത്തിൽ കാണപ്പെടുക. വയഖൂലൂൻ, അവരിങ്ങനെ പറയുന്നതായിട്ടും നിനക്ക് കേൾക്കാം. യാ വൈലത്തന, യാ വൈലത്തന, നാശമേ, കഷ്ടം എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരു അറബി പ്രയോഗമാണത്. യാ വൈലത്തന, ഞങ്ങളുടെ നാശമേ, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു രേഖയാണ്, ഇതെന്തൊരു പുസ്തകമാണിത്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ഒരു ചെറുതും വലുതുമായ യാതൊന്നും ഇല്ലല്ലോ ഇതില് രേഖപ്പെടുത്താതെ വിട്ടുകളഞ്ഞിട്ടുള്ളതായി. ഇതാണ് അവർ പറഞ്ഞു പോവുക. എന്താ ഇത്, എന്തൊരു പുസ്തകമാണിത്, ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ, ചെറുതും വലുതുമായ സകല സംഗതികളും എണ്ണിത്തിട്ടപ്പെടുത്തി കണക്കാക്കി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം. ഇതെന്തൊരു പുസ്തകമാണ് എന്നാണ്, എന്തൊരു രേഖയാണ് എന്നാണ് അവര് ആ വെപ്രാളത്തോടെയും അങ്ങേയറ്റത്തെ ഭീതി അനുഭവിച്ചുകൊണ്ടും ഒക്കെ പറയുക. മുജ്രിമുകളാണ് ഇങ്ങനെ പ്രതികരിക്കുക, കുറ്റവാളികൾ. മുജ്രിം എന്ന് പറഞ്ഞാല് ഇജ്റാം ചെയ്തവൻ എന്നാണ്. ഇജ്റാം എന്ന വാക്കിൽ നിന്നാണ് ഈ അറബി വാക്കിന്റെ ഈജിപ്ഷ്യൻ പ്രൊനൗൺസിയേഷൻ ഇഗ്രാം എന്നാണ്. ഇഗ്രാം, മുഗ്രിം, ഇങ്ങനെയാണ് അവര് ഉച്ചരിക്കുക. അതിന്നാണ് ഇംഗ്ലീഷിലെ ക്രൈം എന്ന വേർഡ് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്രൈം എന്ന വാക്ക് ഇഗ്രാം എന്നതിൽ നിന്ന് നിഷ്പന്നമായതാവാൻ വലിയ സാധ്യതയുണ്ട്. അപ്പോ മുജ്രിമുകള് ആ ഘട്ടത്തില് കാണപ്പെടുന്നത് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്. ഫതറൽ മുജ്രിമീന, ആ ഘട്ടത്തില് കുറ്റവാളികളെ നിനക്ക് കാണാൻ പറ്റും. കുറ്റവാളികൾ എന്ന് പ്രത്യേകം ഇവിടെ പറയുമ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അത് ഖുർആന്റെ അവതരണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്ന ചില കുറ്റവാളികളും ആ ലിസ്റ്റില് ന്യായമായിട്ടും ഈ കേൾക്കുന്നവരുടെ മനസ്സിൽ വന്ന് അവരുടെ മുന്നില് ആ കാഴ്ച ഒരു ദൃശ്യാനുഭവമായിട്ടുണ്ടാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും വളരെയേറെ ചില ആളുകൾ കാരണമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രഘട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ, ഈ ആയത്തുകളൊക്കെ അവതരിക്കുന്നത്. മക്കയിലെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന പ്രമാണിമാരും അക്രമമർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന നാട്ടിലെ തറവാട്ട് മൂപ്പന്മാരും ഒക്കെ അവരുടെ കൺമുന്നിലുണ്ട്, മുജ്രിമുകളായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അന്നാളിലെ മുജ്രിമുകള് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒരു ചിത്രമാണ് അള്ളാഹു ഇവിടെ വരച്ച് കാണിക്കുന്നത്. അന്ന് അവര് മുഷ്ഫീഖുകളായിരിക്കും, അങ്ങേയറ്റത്തെ ഭയവിഹ്വലത അനുഭവിച്ചുകൊണ്ട് വെപ്രാളപ്പെടുന്നവരായിരിക്കും. എന്തിന്റെ പേരിലാണ്? മിമ്മാ ഫീഹി, അവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്ന അവരുടെ കർമ്മപുസ്തകങ്ങളുണ്ട്. വബുലിയാൽ കിതാബ് എന്നാണല്ലോ തൊട്ടു മുന്നേ പറഞ്ഞിട്ടുള്ളത്. അവരുടെ കർമ്മരേഖകൾ സമർപ്പിക്കപ്പെടുകയാണ്, അവരുടെ മുന്നിലായിട്ട് ഹാജരാക്കപ്പെടുകയാണ്. അപ്പൊ കുറ്റവാളികൾ ഭയവിഹ്വലരായിട്ട്, ഭയചകിതരായിട്ട് വെപ്രാളപ്പെടുന്നത് നിനക്ക് കാണാൻ സാധിക്കും. എന്തിന്റെ പേരിലാണ്? മിമ്മാ ഫീഹി, ഈ കിതാബില്, അവരുടെ കർമ്മരേഖയില് അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട്. അതാണ് അവർ വെപ്രാളപ്പെടുന്നതിന് കാരണം. വയഖൂലൂൻ, അപ്പോ കർമ്മപുസ്തകത്തിൽ ഒന്നും വിട്ടുകളയാത്ത വിധത്തില് രേഖപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇന്നും ഇന്നലെയും മിനിയാന്നും ഒക്കെ ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന ഭീകരമായ കുറ്റകൃത്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും ദ്രോഹിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയും ആ കർമ്മപുസ്തകത്തില്, കർമ്മരേഖയില് തെളിഞ്ഞു വരും എന്നൊരു കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. വയഖൂലൂന, അവര് പറയുന്നത് ആ ഘട്ടത്തില് അങ്ങേയറ്റത്തെ നിരാശയുടെയും വിഷമത്തിന്റെയും ഒക്കെ വാക്കുകളാണ്. യാ വൈലത്തന, ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. മാലി ഹാദൽ കിതാബ്, എന്തൊരു പുസ്തകമാണിത്, എന്തൊരു രേഖയാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ,
ചെറുതും വലുതുമായ യാതൊന്നും ഇതിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. ഇല്ല അഹ്സാഹ, അതില് എണ്ണി കണക്കാക്കി രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ, ഈ പുസ്തകത്തിൽ രേഖപ്പെടാതെ ഒന്നും പോയിട്ടില്ലല്ലോ. ചെറുതും വലുതുമായ ഒരു കാര്യവും ഈ പുസ്തകത്തിൽ നിന്ന് രേഖപ്പെടുത്തപ്പെടാതെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. ഇല്ല അഹ്സാഹ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. നമ്മൾ പലപ്പോഴും ഈ വാക്ക് ഖുർആനിൽ കാണാൻ ഇടയായിട്ടുണ്ട്. നേരത്തെ തന്നെ പിന്നിട്ട ഭാഗത്ത് തന്നെ ഹെസ എന്ന വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്. ഹെസ എന്ന് പറഞ്ഞാൽ ചരൽക്കല്ലുകൾ എന്നാണ് അർത്ഥം. ചരൽക്കല്ലുകളാണ് പ്രാചീന അറബികള് എണ്ണം കണക്കാക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നത്. എല്ലാ അക്ഷരാഭ്യാസം കുറഞ്ഞ സമൂഹങ്ങളും എണ്ണാന് അങ്ങനെ എന്തെങ്കിലും ഒരു ആബക്കസ് പോലെയുള്ള ഒരു മാധ്യമം അവർക്ക് ആവശ്യമാണ്. അപ്പോ ഓരോന്നിന്റെയും നാളികേരം എണ്ണുമ്പോ ആ എണ്ണത്തിന് കണക്കായിട്ട് ഓരോ ചരൽക്കല്ല് പുറത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ആകെയുള്ള ചരൽക്കല്ലുകളുടെ എണ്ണാണ് നാളികേരം എന്ന വിധത്തിൽ കണക്കാക്കാൻ കഴിയും. അത് ഏറ്റവും പൗരാണികമായ നാഗരികത വേണ്ട വിധത്തിൽ വികസിച്ചിട്ടില്ലാത്ത, വിദ്യാഭ്യാസപരമായിട്ട് ഒരു മുന്നേറ്റം സാധിച്ചിട്ടില്ലാത്ത ഏറ്റവും പൗരാണിക സമൂഹം ആശ്രയിച്ചിരുന്ന ഒരു എണ്ണൽ സംവിധാനമാണ് എണ്ണാനുള്ളത്. ഇതിന്റെയൊക്കെ ഒരുപാട് വലിയ മുന്നേറ്റങ്ങൾ മനുഷ്യൻ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അത് കേവലം ഗണിതശാസ്ത്രത്തിന്റെ ഓപ്പറേഷൻസിൽ പരിമിതമായി നിൽക്കുന്നതല്ല. അതിന്റെയൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് ഈ ഡിജിറ്റൽ ടെക്നോളജി തന്നെ എണ്ണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. 0 and 1 എന്നതാണ് അതിന്റെ ഒരു ബേസിക് ടൂളായിട്ട് വരുന്ന സംഗതി തന്നെ. അപ്പോ രേഖപ്പെടുത്തലാണത്. ഇപ്പോ ഇതേ ടെക്നോളജി വീണ്ടും കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. അപ്പോ 010101 ആയിട്ടാണ് കമ്പ്യൂട്ടറിന്റെ ഡോക്യുമെന്റേഷൻ സിസ്റ്റത്തില് ചിത്രങ്ങളും അക്ഷരങ്ങളും ഒക്കെ തന്നെ രേഖപ്പെടുന്നത്. എന്റെ ബേസിക് ഡോക്യുമെന്റേഷൻ വരുന്നത് ഈ എണ്ണങ്ങളാണ്. 0ഉം 1ഉം അങ്ങനെ ആവർത്തിച്ചു വരുന്ന വിധത്തില് ആണ് അതിന്റെ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പോ അത് ഇവിടെ പറയുന്നത് ഇതില് എണ്ണിക്കണക്കാക്കപ്പെടുത്താത്ത, ആ വിധത്തില് വളരെ സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെടാത്ത യാതൊന്നും ഈ പുസ്തകത്തിൽ നിന്ന് ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അവര് വെപ്രാളത്തോടു കൂടി അവരെ സ്വയം ശപിച്ചുകൊണ്ട് പറയുന്നത് ആ ഘട്ടത്തിൽ. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, അങ്ങേയറ്റത്തെ ഭയചകിതരായി വെപ്രാളപ്പെട്ടുകൊണ്ട് അവര് ഇങ്ങനെയാണ് ആ ഘട്ടത്തില് പറയുന്നതായിട്ട് നിനക്ക് കാണാൻ പറ്റും. യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, ഞങ്ങളുടെ നാശമേ, എന്തൊരു രേഖയാണ് ഇത്, എന്തൊരു പുസ്തകമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, എണ്ണിത്തിട്ടപ്പെടുത്തി കണക്കാക്കി രേഖപ്പെടുത്തപ്പെടാത്തതായിട്ട് യാതൊന്നുമില്ലല്ലോ ഇതില്. വവജദൂ മാ അമിലൂ ഹാദിറ, അന്ന് അവരുടെ കർമ്മങ്ങളൊക്കെയും അവരുടെ മുന്നിൽ ഒരു ദൃശ്യാവിഷ്കാരമായിട്ട് അവര് കാണും. വവജദൂ, അന്ന് അവര് കാണും, മാ അമിലൂ, അവരെന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നത്. ഹാദിറ, അവരുടെ കൺമുന്നില് അവർക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിൽ അവര് കാണുക തന്നെ ചെയ്യും. നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സങ്കല്പിക്കുക യാതൊരു പ്രയാസവും ഇല്ലാത്തൊരു സംഗതിയാണ്. നടന്നു കഴിഞ്ഞ ഒരു സംഭവത്തിന്റെ വീഡിയോ ഡോക്യുമെന്റേഷൻ ഇന്ന് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണല്ലോ. പക്ഷെ ഖുർആൻ അവതരിച്ച കാലത്ത് ഈ പറഞ്ഞ കാര്യം വവജദൂ മാ അമിലൂ ഹാദിറ, അവര് ചെയ്ത കാര്യങ്ങൾ അവർക്ക് ഹാദിറായിട്ട് അവരുടെ മുന്നിൽ അവര് കാണും എന്ന് പറയുമ്പോ തീർത്തും അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു അത്. അവർ ചെയ്ത കാര്യങ്ങൾ ഓരോരുത്തരും അവരുടെ ജീവിതകാലത്ത് ചെയ്ത സംഭവങ്ങള്, സംഗതികള് അവർക്ക് മുന്നിലായിട്ട്, അവരുടെ സന്നിധിയിലായിട്ട് അവർക്ക് കാണാം എന്ന് ഖുർആൻ പറഞ്ഞപ്പോ, ഖുർആൻ അവതരിച്ച കാലത്ത് അത്
അങ്ങേയറ്റം അവിശ്വാസം ജനിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇന്ന് പക്ഷേ അത് സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. വലാ യളിമു റബ്ബുക അഹദ, നിന്റെ നാഥൻ ഒരാളോടും ഒരു അനീതിയും ചെയ്യുകയില്ല, ഒരു അക്രമവും ചെയ്യുകയില്ല. ഒരാളും ചെയ്യാത്ത സംഗതികളുടെ പേരിൽ അയാള് കുറ്റാരോപിതനാവുകയോ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയോ ഉണ്ടാവുകയില്ല. ഓരോരുത്തരും ചെയ്ത സംഗതികളൊന്നും വിട്ടുപോകാതെ രേഖപ്പെട്ടിട്ടും ഉണ്ടാകും. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നത് അതിന്റെ ഇവരുടെ സാന്നിധ്യത്തിൽ അതിന്റെ ഒരു ദൃശ്യാവിഷ്കരണമാണ്. അതവർക്ക് സ്വന്തം കർമ്മങ്ങള് അവരുടെ കർമ്മങ്ങളുടെ ഏടുകളിലായിട്ട്, അല്ലെങ്കിൽ അതിന്റെ അന്നത്തെ അള്ളാഹു അന്ന് മനുഷ്യന് കാണിക്കുന്ന ഒരു പക്ഷെ ഒരു 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 ഡിജിറ്റൽ ഡോക്യുമെന്റേഷന്റെ രൂപത്തിലോ അള്ളാഹു ആയാലും ഏത് വിധത്തിലാണ് അള്ളാഹു അത് കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. താളിയോല ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരുന്നതും എല്ലുകളിലും മൃഗത്തോലിലും എഴുതി വെച്ചിരുന്നതും പിന്നീട് അത് കടലാസുകളിൽ എഴുതി വെക്കാൻ തുടങ്ങിയതും അത് അച്ചടിച്ചു വെക്കാൻ ഉള്ള സംവിധാനമായതും അത് അച്ചടിച്ച സംഗതിയെ ഫിലിം ചെയ്തുകൊണ്ട് സൂക്ഷിക്കുന്ന രീതിയും ഒക്കെ തന്നെ നമ്മുടെ നാഗരിക വളർച്ചയുടെ പല ഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഏത് വിധത്തിലാണ് അള്ളാഹു ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, പിന്നീട് അത് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഒരാൾക്കും തങ്ങളുടെ ഒരു ചെയ്തിയെയും തെളിവില്ല, ഞാനല്ല അത് ചെയ്തത്, ഞാനാണ് എന്നതിന് എന്ത് തെളിവുണ്ട് എന്ന് ചോദിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള യാതൊരു അവിശ്വാസവും ജനിപ്പിക്കുന്ന ഒരു സംഗതി ആവുകയില്ല. അത് കൃത്യമായി ഓരോരുത്തരെയും കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അവര് ശിരസ് കുനിച്ചുകൊണ്ട് നിസ്സഹായരായി അവര് മുഷ്ഫീഖുകളായിട്ട് ഇതൊക്കെയാണോ കാണിക്കുന്നത്, ഇതെല്ലാം കാണിക്കുകയാണോ, ഒന്നും വിട്ടു കളഞ്ഞിട്ടില്ലേ എന്നൊക്കെ തോന്നിപ്പോകുന്ന വിധത്തില് കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് അവരുടെ ആ വെപ്രാളപ്പെടല് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അന്നേരം കാണാൻ കഴിയും. ഒരാളും തങ്ങളുടെ കർമ്മങ്ങൾ നിഷേധിക്കാൻ ഒരുമ്പെടുന്നത് കാണാൻ സാധ്യമല്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷനും അതിന്റെ അവതരണവുമായിരിക്കും ആ ഘട്ടത്തിൽ ഉണ്ടാവുക എന്നാണ് അല്ലാഹുവിടെ സൂചിപ്പിക്കുന്നത്. അന്ന് അവര് ചെയ്തതൊക്കെയും അവർക്ക് അവരുടെ കൺമുന്നില് കാണാൻ സാധിക്കും. റബ്ബുക അഹദ, ഒരു കാര്യം തീർച്ചയാണ്, നിന്റെ നാഥൻ ഒരാളോടും ഒരു ദുൽമും ചെയ്യുകയില്ല, ഒരു അനീതിയും ചെയ്യുകയില്ല. അതുകൊണ്ട് ഒരു ഇജ്റാമും ചെയ്യാത്ത ഒരാള് അയാളുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. നമ്മുടെ കോടതികൾ അങ്ങനെയൊക്കെയാണ്. പലപ്പോഴും നീതിപീഠത്തിൽ കയറിയിരിക്കുന്നവന്റെയോ അല്ലെങ്കിൽ ഇരിക്കുന്നവളുടെയോ ഒക്കെ നിലപാടുകളും മാനസികാവസ്ഥയും ഒക്കെ അനുസരിച്ചാണ് പലപ്പോഴും വിധി ഉണ്ടാവുക. ന്യായാന്യായങ്ങൾ പരിശോധിക്കപ്പെടുകയോ ശരി തെറ്റുകൾ പരിഗണിക്കപ്പെടുകയോ ഒന്നും ചെയ്യാത്ത വിധത്തിൽ, തോന്നിയ വിധത്തിൽ വിധി കൽപ്പിക്കുന്ന പല ന്യായാധിപന്മാരും നമ്മുടെയൊക്കെ ചുറ്റുപാടും ഉണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കോടതി സകല സംഗതികളും പരിഗണിച്ചുകൊണ്ടുള്ള അനീതിയുടെയോ അക്രമത്തിന്റെയോ ഒരു തരിമ്പുമില്ലാത്ത വിധത്തിലുള്ള വിധിയാണ് പുറപ്പെടുവിക്കുക. റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും ഒരു തരിമ്പ് പോലും അനീതിയോ അക്രമമോ ചെയ്യുകയില്ല എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ അർത്ഥം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഒരാളും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വിഷയം ഉദിക്കുന്നില്ല എന്നാണ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫിലെ 47 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ പർവ്വതങ്ങളെ നാം ചലിപ്പിക്കുന്ന ദിവസം എന്ന് സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൻ നംലില് ഒരായത്ത് കാണാൻ സാധിക്കും. വതറൽ ജിബാല, പർവ്വതങ്ങളെ നിനക്ക് ആ നാളിൽ കാണാൻ സാധിക്കും. തഹ്സബുഹ ജാമിദ, അതിനെ ഏറ്റവും ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് നീ കരുതുന്നുണ്ടാകുക. എന്നാൽ വഹിയ തമുറു മർറ സഹാബ്,
മേഘങ്ങളെപ്പോലെ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വലിയ ശാസ്ത്ര സൂചനകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. മേഘങ്ങൾ ചലിക്കുന്നത് കാറ്റിന്റെ ദിശയിലാണ്. കാറ്റടിക്കുന്നതിന് അതിന് സമാന്തരമായിട്ടാണ് മേഘങ്ങൾ ചലിക്കുന്നത്. മേഘങ്ങൾ ചലിക്കുന്ന ദിശയില് അല്ലെങ്കിൽ മേഘങ്ങൾ ചലിക്കുന്ന വിധത്തില് അതിന്റെ വേരുകൾ അറ്റുപോയി ഭൂമിയുടെ ഉപരിതലത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പർവ്വതങ്ങൾക്കുണ്ടാകും എന്നൊരു സൂചന ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ മേഘങ്ങൾക്ക് ചലിക്കുന്നതിന് ഒരു സഞ്ചാര പദമുണ്ട്, ഒരു ദിശയുണ്ട്. അത് നിർണയിക്കുന്നത് കാറ്റാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ ഒരു ദിശ പർവ്വതങ്ങളുടെ ചലനത്തിനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ തന്നെ ചലനത്തിനുണ്ട് എന്നൊരു സൂചന ആ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നതിന് പ്രസക്തിയില്ല. ഈ പർവ്വതങ്ങള് ചലിപ്പിക്കപ്പെടുന്ന അതിന്റെ വേരറ്റ് അതിന്റെ ഭൂമിയിൽ അതിന്റെ പിടുത്തം മുറിഞ്ഞു പോയതിനെ തുടർന്നുള്ള അന്ത്യനാളിലെ പർവ്വതങ്ങള് ഈ മേഘങ്ങൾ ചലിക്കുന്ന പോലെ ചലിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നതിനെ കുറിച്ചാണ് അള്ളാഹു ഈ സൂറത്തുൽ നംലിലെ ആയത്തിൽ സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ഭൂമിയെ ഏറ്റവും അലങ്കൃതമായി സീനത്തുള്ളതായി വെച്ചിരിക്കുന്നതിന്റെ താല്പര്യം എന്താണ് എന്ന് സൂചിപ്പിക്കേണ്ടതാണല്ലോ. ഇവിടെ അതിനെ ബാരിസത്തായിട്ട് ഒരു പാഴ്നിലമായി അല്ലെങ്കിൽ ഒരു വെളിമ്പുറമായി തുറന്ന ഒരു പ്രദേശമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു കാര്യവും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിന്റെ ആ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞതിനെ തുടർന്ന് ഭൂമി വീണ്ടും ഒരു തരിശായ വിശാലമായി തുറന്നു കിടക്കുന്ന ഒരു വെളിമ്പുറം പോലെയായി മാറിയിട്ടുണ്ടാവും എന്നതാണ് സൂചിപ്പിക്കപ്പെട്ട കാര്യം. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.